വീടൊഴിയാനുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു. വാടകയൊക്കെ കൊടുത്ത് സന്തോഷത്തോടെ ജീവിതം തുടങ്ങാനിരുന്നതാണ്. ജീവിതം തുടങ്ങിയതുമാണ്. പക്ഷേ എല്ലാം വിധി. അവൾ നിരാശയോടെ സാധനങ്ങളെല്ലാം പറക്കി വീണ്ടും ഹോസ്റ്റലിലേക്ക് പുറപ്പെടാൻ തുടങ്ങി. അവൾ ഒരു ഭ്രാന്തിയെ പോലെ തോന്നിച്ചു. കുളിയില്ല, നനയില്ല, എപ്പോഴും ഏകാന്തതയിലേക്ക് നോക്കി ഒരിരിപ്പ്. അവൾ അങ്ങനെ ആയതുകൊണ്ട് കുഞ്ഞിൻ്റെ കാര്യവും കഷ്ടമാണ്. അയൽക്കാരുള്ളത് കൊണ്ട് കുഞ്ഞിൻ്റെ കാര്യങ്ങളൊക്കെ ഒരുവിധം നടന്നു പോകുന്നു. അവളെ എല്ലാവരും മോട്ടിവേറ്റ് ചെയ്യാൻ ശ്രമിച്ചു. സുഹൃത്തുക്കളും സഹപ്രവർത്തകരും അയൽക്കാരുമൊക്കെ. പോയത് പോയി, ഇനി നമ്മൾ അത് ആലോചിച്ചിട്ട് എന്താ കാര്യം? നീ സമാധാനപ്പെട്. കുഞ്ഞിനെ ഓർത്ത് നീ നന്നായിട്ട് ജീവിക്കാൻ ശ്രമിക്ക്. നമ്മുടെ നഷ്ടങ്ങളൊക്കെ നമ്മൾ വരുത്തി വയ്ക്കുന്നതല്ലല്ലോ, എല്ലാം വിധിയാണ്. നീ അത് ഓർത്ത് സമാധാനിക്ക്. നിനക്കൊരു കുഞ്ഞുണ്ടല്ലോ, ആ കുഞ്ഞിനെ ഇനി ആര് നോക്കും? മോള് സമാധാനപ്പെട്, നല്ല രീതിയിൽ ജീവിക്കും, നല്ല രീതിയിൽ ഓക്കെ ആവ്. ഞങ്ങളൊക്കെ ഇല്ലേ, ഞങ്ങൾ ചുറ്റുമുണ്ടല്ലോ. നിനക്ക് എന്താവശ്യമുണ്ടെങ്കിലും ഞങ്ങളുണ്ടാവും. അത് ഏത് പാതിരാത്രിക്ക് വിളിച്ചാലും ഞങ്ങളുടെ ഭാഗത്തു നിന്ന് നിനക്ക് എന്ത് ഹെൽപ്പും ഉണ്ടാകും. നീ കൂളായിട്ടിരിക്കും. മനോജ് മാത്രമേ നിനക്ക് നഷ്ടമായിട്ടുള്ളൂ. ഞങ്ങളൊക്കെ നിൻ്റെ ചുറ്റുമുണ്ട്. അത് മാത്രം നീ ആലോചിച്ചാൽ മതി. അവളെ ചുറ്റുമുള്ള ആൾക്കാരെല്ലാം സമാധാനിപ്പിച്ച് അവളെ പുതിയൊരു വ്യക്തിയാക്കി മാറ്റാൻ മാക്സിമം ശ്രമിച്ചു. ആ ഉപദേശത്തിൻ്റെ ഫലമായി അവൾക്ക് കുറച്ചൊക്കെ മാറ്റങ്ങളുണ്ട്. അങ്ങനെ അവൾ വീണ്ടും ഹോസ്റ്റലിലേക്ക് താമസം മാറി. കുഞ്ഞിനെ ഡേ കെയറിലാക്കി അവൾ തുണിക്കടയിൽ പോകാൻ തുടങ്ങി. പക്ഷേ തുണിക്കടയിൽ പോകുന്നുണ്ടെങ്കിലും പഴയ ആ ഉത്സാഹവും ചുറുചുറുക്കും ചിരിയും കളിയുമൊക്കെ അവൾക്ക് നഷ്ടപ്പെട്ടിരുന്നു. ഒന്ന് സന്തോഷിച്ച് വന്നപ്പോഴേക്കും ദൈവം അത് തെല്ലിക്കെടുത്തി. ഇനി താൻ എന്തിനു സന്തോഷിക്കണം? തൻ്റെ മുന്നിലുള്ള ആകെ പ്രതീക്ഷ കുഞ്ഞ് മാത്രമാണ്. അത് ഉള്ളതുകൊണ്ട് മാത്രം താൻ ജോലിക്ക് പോകാനും ജീവിക്കാനും ശ്രമിക്കുന്നു. അതും കൂടി ഇല്ലായിരുന്നുവെങ്കിൽ താൻ ഈ ലോകത്തുണ്ടാകുമായിരുന്നില്ല എന്ന് അവൾക്ക് തോന്നി. അവൾക്ക് വേണ്ടിയിട്ട് ജീവിക്കണം. ഇനി ആകപ്പാടെ അത് മാത്രമേ ഉള്ളൂ തൻ്റെ ജീവിതത്തിലൊരു പ്രതീക്ഷ. അങ്ങനെ അവൾ പഴയതുപോലെ ജോലിക്ക് പോകാൻ തുടങ്ങി. അതിനുശേഷം കുഞ്ഞിൻ്റെ കാര്യങ്ങളുമൊക്കെ നോക്കി അവൾ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകാൻ ശ്രമിച്ചു. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് പഴയ ആ സംഭവങ്ങളും അവനോടൊപ്പമുള്ള ജീവിതവും സന്തോഷം നിറഞ്ഞ നിമിഷങ്ങളും ദുഃഖം നിറഞ്ഞ നിമിഷങ്ങളും വേദനിച്ച നിമിഷങ്ങളും പ്രണയിച്ച നിമിഷങ്ങളും എല്ലാം അവളുടെ മനസ്സിലേക്ക് കടന്നു വരുമ്പോൾ അവൾക്ക് വല്ലാത്ത ഒരു ശൂന്യത തോന്നും. എന്തോ ഒരു വല്ലാത്ത ഒറ്റപ്പെടൽ. ചുറ്റും ആൾക്കാരൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ ആഗ്രഹിച്ച, നമ്മൾ ഇഷ്ടപ്പെട്ട ഒരാൾ ഇല്ലെങ്കിൽ ലോകം മുഴുവൻ ശൂന്യമായി പോകുമെന്ന് അവൾക്ക് തോന്നി. ഇനി ആരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും നമ്മൾ ആഗ്രഹിക്കുന്ന വ്യക്തി നമ്മളോടൊപ്പം ഇല്ലെന്നുണ്ടെങ്കിൽ ആരുണ്ടായിട്ടും കാര്യമില്ല. പക്ഷേ ഈ യാഥാർത്ഥ്യം ഉൾക്കൊണ്ടേ പറ്റൂ. കുറച്ചൊക്കെ കഴിയുമ്പോൾ അത് മാറുമായിരിക്കും. അവൾ സ്വയം ആശ്വസിച്ചു. ഇപ്പോൾ തന്നെ തനിക്ക് ഇങ്ങനെ മാറാൻ കഴിയുമെന്ന് ഒരിക്കലും കരുതിയതല്ല. എന്നിട്ട് താൻ ഇങ്ങനെ മാറിയില്ലേ, ഇനിയും മാറാൻ കഴിയും. അവൾ സ്വയം ആശ്വസിച്ചു. കുഞ്ഞിനെ കാണുമ്പോഴെല്ലാം അവളുടെ കണ്ണ് നിറയുമായിരുന്നു. മനോജിനെ വാർത്തെടുത്ത് വെച്ചതുപോലെയുണ്ട് കുഞ്ഞ്. അവളുടെ ആ ചിരിയും കളിയുമൊക്കെ കാണുമ്പോൾ ദുഃഖങ്ങൾ മറക്കാനൊക്കെ പറ്റുന്നുണ്ടെങ്കിലും ചിലതൊക്കെ ഓർക്കുമ്പോൾ സങ്കടമാണ്. അവൾ വളർന്നു വരുമ്പോൾ അവൾ അച്ഛൻ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ താൻ എന്ത് മറുപടി കൊടുക്കും? അദ്ദേഹത്തിനെ അവൾക്ക് ഓർമ്മയാകുന്നതിന് മുന്നേ അവൾക്ക് നഷ്ടപ്പെട്ടു. എന്തൊരു വിധിയാണ്! കുഞ്ഞിനെ ഓർത്തും അവൾക്ക് സങ്കടം വരുന്നുണ്ടായിരുന്നു. പൊരുത്തപ്പെട്ടു പോകണം. അമ്മയുടെയും അച്ഛൻ്റെയും സ്നേഹം അത് താനാണ് ഇനി അവൾക്ക് കൊടുക്കേണ്ടത്. അവളെ സ്നേഹിച്ച് അവൾക്ക് വേണ്ടുന്ന കാര്യങ്ങൾക്കെല്ലാം പിന്തുണ നൽകി അവൾക്ക് എപ്പോഴും എന്തിനും ഒരു കൂട്ടായിട്ട് അച്ഛൻ്റെ സ്നേഹവും അമ്മയുടെ സ്നേഹവും ഒരുമിച്ച് നൽകി അവളെ നല്ലൊരു വ്യക്തിയാക്കി മാറ്റണം. അതായിരുന്നു രമ്യയുടെ മുൻപോട്ടുള്ള ആഗ്രഹം. ഇനി തനിക്കൊരു ജീവിതമില്ല. തൻ്റെ ജീവിതങ്ങളെല്ലാം കഴിഞ്ഞു. താൻ സ്വപ്നം കണ്ടതെല്ലാം നഷ്ടത്തിലേക്കായിരുന്നു പോയത്. തൻ്റെ എടുത്തുചാട്ടത്തിൻ്റെ ഫലമായി തനിക്ക് പലതും നഷ്ടപ്പെട്ടു. എന്നാൽ ചിലതൊക്കെ കിട്ടിയപ്പോഴോ അത് ദൈവനിയോഗം കാരണം നഷ്ടമായി. എല്ലാ അർത്ഥത്തിലും തനിക്ക് ഇനിയൊരു ജീവിതമില്ല. തൻ്റെ എല്ലാ ജീവിതവും ഇവിടെ അസ്തമിച്ചിരിക്കുകയാണ്. ഇനി തൻ്റെ മുന്നിലൊരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ, കുഞ്ഞ്. ആ കുഞ്ഞിന് വേണ്ടിയിട്ട് താൻ ജീവിക്കണം. അത് മാത്രമേ ഇനി മുന്നിലുള്ളൂ. അവൾ സ്വയം ചിന്തിച്ച് അവൾ സ്വന്തമായിട്ട് മോട്ടിവേറ്റ് ചെയ്ത് സ്വന്തം മനസ്സിനെ ശക്തിപ്പെടുത്താൻ പലപ്പോഴും ശ്രമിക്കാറുണ്ട്. എല്ലാത്തിനെയും പോരാടി താൻ ഇത്രയും ദൂരം എത്തിയില്ലേ, ഇനിയും തനിക്ക് മുന്നോട്ട് പോകാൻ കഴിയും. മനോജിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ പ്രശ്നങ്ങൾ മൂലം താൻ ഒരുപാട് അനുഭവിച്ചു. പിന്നീട് അദ്ദേഹം നല്ലവനായപ്പോൾ ഒരുപാട് സന്തോഷിച്ചു. ഒരുപാട് സന്തോഷിച്ചിൻ്റെ ആയിരിക്കും ഒരു ജന്മത്തെ മുഴുവൻ ദുഃഖം ദൈവം തനിക്ക് തന്നത്. അവൾ അപ്പോഴും ദൈവത്തെ പഴിച്ചു. പിന്നെ ആലോചിച്ചു, ദൈവം എന്ത് പിഴച്ചു? എല്ലാം വിധിയാണ്. ഇങ്ങനെയൊക്കെ ആയി തീരണമെന്നതായിരിക്കാം വിധി. മനോജിൻ്റെ അമ്മയും അച്ഛനെയും ഇനി താനേ നോക്കാനുള്ളൂ. സഹോദരങ്ങളുണ്ടെങ്കിൽ അവരൊക്കെ അവരെ വഴിക്ക് നോക്കിപ്പോയി. എന്തൊക്കെ പറഞ്ഞാലും മനോജ് നോക്കുന്ന പോലെ ആരും നോക്കില്ല.
അമ്മയ്ക്കും അച്ഛനും മനോജ് ഉള്ളതുപോലെ ആരും ഒക്കില്ല. അതുകൊണ്ട് മനോജിൻ്റെ അമ്മയും അച്ഛനെയും കൂടി ഇടയ്ക്ക് നോക്കണം. അവരെ കൂടി സംരക്ഷിക്കേണ്ട ബാധ്യത ഇനി തനിക്കാണ്. അവൾ മനസ്സിൽ ഉറപ്പിച്ചു. സാലറി കിട്ടുമ്പോൾ എന്തെങ്കിലും മാസാമാസം അവർക്കും കൂടി കൊടുക്കണം. കാരണം അവരുടെ അവസ്ഥയും ഒരുപാട് പരിമിതമാണ്. അവർക്കും കൊടുക്കാൻ ആരുമില്ല. ജോലിക്ക് പോകാനുള്ള ശാരീരിക ശേഷിയുമില്ല. പെൻഷൻ ഉള്ളതുകൊണ്ടാണ് അവരും കഴിഞ്ഞു പോകുന്നത്. അവരുടെ കാര്യങ്ങളും കൂടി താൻ ഏറ്റെടുത്ത് നടത്തണം. ഇനി തനിക്ക് അതൊക്കെ ചെയ്യാൻ കഴിയൂ. എങ്കിലേ മുകളിലിരുന്ന് മനോജിന് ഇതൊക്കെ കണ്ട് സന്തോഷിക്കാൻ സാധിക്കുകയുള്ളൂ. അവൾ സ്വയം ഒരുപാട് കാര്യങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചു. എന്തൊക്കെ ചെയ്യണം, എങ്ങനെയൊക്കെ ചെയ്യണം, മുന്നോട്ടുള്ള തൻ്റെ ജീവിതം, അതൊക്കെയായിരുന്നു അവളുടെ മനസ്സിലെ ചിന്തകളും പ്ലാനുകളുമൊക്കെ. തൻ്റെ ജീവിതം പലർക്കും വേണ്ടി ഉപകാരപ്പെടണം. തൻ്റെ കുഞ്ഞ്, മനോജിൻ്റെ അമ്മ, അച്ഛൻ, പിന്നെ തനിക്ക് പറ്റുന്ന കണക്ക് ചുറ്റുമുള്ള ജനങ്ങളെ, ചുറ്റുമുള്ള സഹപ്രവർത്തകരെ, അവർക്കൊക്കെ തന്നെ കൊണ്ട് ഉപകാരം പറ്റും. അതൊക്കെ താൻ ചെയ്യണം. അതൊക്കെയായിരുന്നു അവളുടെ മനസ്സിലെ ലക്ഷ്യങ്ങൾ. അങ്ങനെ ഓരോ ദിവസവും പുതിയ രമ്യയായി അവൾ ഉയർത്തെഴുന്നേൽക്കുകയായിരുന്നു. തൻ്റേടിയായി, ധൈര്യവതിയായി, അവളുടെ കുഞ്ഞിന് നല്ലൊരു അമ്മയായി. അങ്ങനെ ഓരോ ദിവസവും അവൾ ഉയർത്തെഴുന്നേറ്റ് ശക്തിയായ ഒരു സ്ത്രീയായി മാറുകയായിരുന്നു. അങ്ങനെ അവളും അവളുടെ തുണിക്കടയുമായി മുന്നോട്ട് പൊയ്ക്കൊണ്ടിരുന്ന സമയത്ത് അതാ അന്ന് വന്ന പെൺകുട്ടി തന്നെ തിരക്കി തുണിക്കടയിൽ വന്നിരിക്കുന്നു. ആരാണ്? രവിയുടെ ഭാര്യ സൗമ്യ. കൂടെ രവിയില്ല. രവിയുടെ ഭാര്യയാണ് സൗമ്യയെന്നും രമ്യയ്ക്ക് അറിയില്ല. രമ്യയെ തിരക്കി ആരോ വന്നിരിക്കുന്നു. രമ്യ അന്ന് നിന്ന സെക്ഷനിലല്ലായിരുന്നു. ആരാണ്? ആ നേരത്തെ നിന്നപ്പോൾ ഉണ്ടായിരുന്ന ആ ചേച്ചി ഇല്ലേ എന്ന് ചോദിച്ചു. പേര് ചോദിച്ചപ്പോൾ രമ്യ എന്ന് പറഞ്ഞു. ആരാണാവോ തന്നെ തിരക്കി വന്നത്? അവൾ നിന്ന സെക്ഷനിൽ നിന്ന് ആ കുട്ടി നിൽക്കുന്ന സെക്ഷനിലേക്ക് വന്നു. ഓ, താനോ? എന്ത് പറ്റി? എനിക്ക് ഡ്രസ്സ് എടുക്കാനായിരുന്നു. ചേച്ചിയുടെ ഹെൽപ്പ് വേണമായിരുന്നു. ചേച്ചി ഉണ്ടെങ്കിൽ ഒരു സമാധാനം. ഏതിനും ചേച്ചി സെലക്ട് ചെയ്യുന്നത് നല്ലതാണ്. അന്ന് എൻ്റെ മോന് സെലക്ട് ചെയ്തില്ലേ, ആ ഡ്രസ്സ് കറക്റ്റായിരുന്നു, അവൾ പറഞ്ഞു. പക്ഷേ രമ്യയുടെ മുഖത്ത് പഴയ ഉത്സാഹമൊന്നും കണ്ടില്ല. സൗമ്യ ചോദിച്ചു, എന്തു പറ്റി ചേച്ചി? ഒരു വല്ലായ്മ? ഒന്നുമില്ല, അവൾ പറഞ്ഞു. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചേച്ചി പറയൂ. തുണിക്കടയിൽ തുണി എടുക്കാൻ വന്നപ്പോൾ തൊട്ട് എനിക്ക് ചേച്ചിയോട് എന്തോ ഒരു വല്ലാത്ത സ്നേഹം, ഒരു സഹോദര തുല്യമായിട്ടുള്ള ഒരു സ്നേഹം. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഈ കടയിൽ തന്നെ വന്നത്. ചേച്ചിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തുറന്ന് പറയൂ. ഒന്നുമില്ല കുട്ടി, എൻ്റെ ഹസ്ബൻഡ് കുറച്ച് നാൾ മുന്നേ മരണപ്പെട്ടു. അതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു നിരാശയും വേദനയും. ആ ഒരു വേദനയിൽ നിന്നും ഞാൻ ഇതുവരെ മുക്തിയായിട്ടില്ല, അവൾ പറഞ്ഞു. അയ്യോ, എന്തു പറ്റിയതാ? ആക്സിഡൻറ്റ് പറ്റിയതാണ്. കുറച്ച് ദിവസം ഹോസ്പിറ്റലിൽ കിടന്നു. അതിനുശേഷം അദ്ദേഹം മരണപ്പെട്ടു. അപ്പോൾ ചേച്ചിയുടെ കുഞ്ഞോ? കുഞ്ഞിനെ ഡേ കെയറിലാക്കിയിട്ടാണ് ഞാൻ ജോലിക്ക് വരുന്നത്. ചേച്ചി ഇപ്പോൾ എവിടെയാണ് താമസിക്കുന്നത്? ഞാൻ ഈ തുണിക്കടയുടെ തന്നെ ഹോസ്റ്റലിലാണ് താമസിക്കുന്നത്. അയ്യോ, ഞാനിതൊന്നും അറിഞ്ഞില്ലല്ലോ ചേച്ചി. കുഴപ്പമില്ല, ചേച്ചി ആശ്വസിക്കൂ. കുഞ്ഞുണ്ടല്ലോ, നല്ല രീതിയിൽ ചേച്ചിക്ക് ജീവിക്കാം. ചേച്ചി സമാധാനത്തോടെ നല്ല രീതിയിൽ കൂളായിട്ടിരിക്കും. ഞാൻ ചേച്ചിക്ക് എൻ്റെ ഫോൺ നമ്പർ തരാം. ചേച്ചിക്ക് എന്തെങ്കിലും വിഷമോ വേദനയോ ഉണ്ടെങ്കിൽ ചേച്ചി ഇടയ്ക്കിടയ്ക്ക് എന്നെ വിളിച്ചാൽ മതി. എനിക്ക് ചേച്ചി അത്രയ്ക്ക് ഇഷ്ടമായി. അങ്ങനെ സൗമ്യയുടെ ഫോൺ നമ്പർ രമ്യയ്ക്ക് കൊടുത്തു. അതിനുശേഷം ഷോപ്പിങ്ങിലൊക്കെ അവളെ സഹായിക്കാൻ രമ്യ മുന്നിൽ തന്നെ ഉണ്ടായിരുന്നു. പഴയ ചിരിയും കളിയും ഇല്ലെങ്കിലും സൗമ്യയ്ക്ക് വേണ്ടുന്നതെല്ലാം രമ്യ നന്നായിട്ട് തന്നെ സെലക്ട് ചെയ്ത് കൊടുത്തു. രവി താഴത്തെ നിലയിൽ തന്നെ ഉണ്ടായിരുന്നു. മുകളിലേക്ക് കയറി ചെല്ലാനുള്ള ധൈര്യം അവനുണ്ടായിരുന്നില്ല. അവൻ മാറി നിന്നു. ഒരു പക്ഷേ രമ്യയുടെ കണ്ണിലെങ്ങാനും പെട്ടാൽ തീർന്നില്ലേ കാര്യം. അങ്ങനെ സൗമ്യ ഡ്രസ്സെല്ലാം എടുത്ത് താഴത്തെ നിലയിലേക്ക് വന്നു. രമ്യയുടെ സെക്ഷനിലേക്ക് പോവുകയും ചെയ്തു. അങ്ങനെ ബില്ലെല്ലാം സെറ്റിൽ ചെയ്ത് ഡ്രസ്സെല്ലാം കാറിൽ കൊണ്ടുവച്ചു. കാറിൽ കയറിയതിന് ശേഷം സൗമ്യ പറഞ്ഞു, ചേട്ടനൊരു കാര്യം അറിയോ? എന്താ പറ്റി? നിൻ്റെ കൂട്ടുകാരിയെ കണ്ടില്ലേ? കണ്ട് വല്ലാത്ത വിഷമത്തിലാണ് ചേട്ടാ ആ കുട്ടി. എന്തു പറ്റി? അതിൻ്റെ ഭർത്താവ് മരിച്ചുപോയെന്ന്. രവി ഇടി വെട്ടിയതുപോലെ നിന്നുപോയി. പെട്ടെന്ന് ഓടിക്കൊണ്ടിരുന്ന കാർ ബ്രേക്ക് ഇട്ട പോലെ നിന്നു. എന്തു പറ്റി രവിയേട്ടാ? ഒന്നുമില്ല. എന്തു പറ്റിയതാ ആ കുട്ടിയുടെ ഭർത്താവിന്? ആക്സിഡൻറ്റ് പറ്റിയതാണെന്ന്. കുറച്ച് ദിവസം ഹോസ്പിറ്റലിൽ കിടന്നു. അതിനുശേഷം മരണപ്പെട്ടു എന്ന്. അവന് ശരീരം കുഴയുന്നത് പോലെ തോന്നി. എന്താണെന്നറിയില്ല. രമ്യ തന്നെ ഉപേക്ഷിച്ച് വേറൊരു ജീവിതം തേടി പോയിട്ടും അവന് രമ്യയെ മറക്കാനോ ഒന്നിനും പറ്റുന്നില്ല. അവൾ എവിടെയാണെങ്കിലും നല്ല രീതിയിൽ സന്തോഷത്തോടെ ജീവിക്കണമെന്ന് മാത്രമേ ആഗ്രഹിച്ചിട്ടുള്ളൂ. ഇപ്പോൾ ഭർത്താവ് നഷ്ടപ്പെട്ടു. അവൾ ഒറ്റപ്പെട്ടിരിക്കുന്നു. ഒരു കുട്ടിയുണ്ട് ചേട്ടാ, പെൺകുഞ്ഞാണ്. അത് കേട്ടതും അവന് കൂടുതൽ തളർച്ച തോന്നി. ഭഗവാനെ, ആ കുട്ടിക്കും അവൾക്കും ഇനി ആരുണ്ട്? അവന് ശരീരം കുഴയുന്നത് പോലെ തോന്നി. രവിയേട്ടാ, ഈ ലോകത്തൊന്നുമല്ലേ? ഞാൻ പറയുന്നതൊന്നും കേൾക്കുന്നില്ലേ? കേൾക്കുന്നുണ്ട്. പിന്നീട് കുറച്ചു നേരം മൂകതയായിരുന്നു കാറിനുള്ളിൽ. അവൻ എത്രയും പെട്ടെന്ന് രമ്യയുടെ അമ്മയോട് ഈ വിവരം പറയണമെന്ന് തോന്നി. അങ്ങനെ വീട്ടിലേക്ക് വെച്ച് പിടിച്ചു. വീട്ടിലെത്തിയതും അവൻ കാറിൽ നിന്നിറങ്ങി ഒറ്റ പോക്കായിരുന്നു. ഹേയ് രവിയേട്ടാ, ഈ സാധനങ്ങളൊക്കെ ഇനി ആരെടുക്കും? ഞാൻ എടുക്കണോ?
അവൾ കൊഞ്ചിക്കൊണ്ട് ചോദിച്ചു. അവൻ അത് കേൾക്കാത്ത കണക്ക് അകത്തേക്ക് പോയി. ഇയാൾക്കിത് പെട്ടെന്ന് എന്ത് പറ്റിയെന്നായിരുന്നു അവളുടെ ചിന്ത. അങ്ങനെ അവൾ തുണിക്കടയിലെ കവറുകളെല്ലാം കൂട്ടിപ്പിടിച്ച് അകത്തേക്ക് ചെന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വരെ ഈ സ്റ്റോറി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതിൻ്റെ അടുത്ത ഭാഗവുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും.